പത്മവ്യൂഹം നിയന്ത്രിക്കുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം ക്രിസ് വേണുഗോപാൽ. പത്മവ്യൂഹം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രേക്ഷകർക്ക് നമുക്കൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു റൗണ്ടാണല്ലോ. അപ്പം എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? 90 സെക്കൻഡിൽ ഒരു മാസ്മരികത സൃഷ്ടിക്കാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. പത്മവ്യൂഹത്തിലെ ആദ്യത്തെ 2 പാർട്ടിസിപ്പൻസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായും. അമൃത വിദ്യാലയം പന്തളം, കരിമ്പുഴ HSS പാലക്കാട്. പത്മവ്യൂഹത്തിൽ 90 സെക്കൻഡുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിൽ റാപ്പിഡ് ഫയർ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് പറയാം. മാക്സിമം എത്ര അറ്റംപ്റ്റ് ചെയ്യാമോ അത്രത്തോളം അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ സമയം 90 സെക്കൻഡ് ആരംഭിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. അങ്ങനെയായിരിക്കും ഈ രീതി പോകുന്നത്. തെറ്റായ ഉത്തരങ്ങൾ അതിനുശേഷം അതിൻ്റെ ശരി ഉത്തരം പറയുന്നതായിരിക്കും. പാസ് മാർക്കില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ. അമൃത വിദ്യാലയം പന്തളം, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യം: ജരിത എന്ന ശാർംഗപക്ഷിക്ക് മന്ദപാലനിൽ എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചു? 4. ശരി ഉത്തരം. കുന്തിയുടെ യഥാർത്ഥ നാമം എന്ത്? ഏതാണ്? പൃഥ. ശരി ഉത്തരം. ദ്രോണാചാര്യരുടെ പിതാവ് ആരാണ്? ദ്രോണാചാര്യന്റെ പിതാവ് ഭരദ്വാജൻ. ശരി ഉത്തരം. സുദേഷ്ണ ആരുടെ പത്നിയായിരുന്നു? കൽമഷപാതന്റെ. ശരി ഉത്തരം. സൗഭദ്രം എന്ന തീർത്ഥത്തിൽ മുതലയായി ജീവിച്ചിരുന്നത് ആരായിരുന്നു? വർഗ. ഓക്കെ, ശരി ഉത്തരം. എത്ര ദിവസം കൊണ്ടാണ് ഖാണ്ഡവദഹനം നടന്നത്? 15. ശരി ഉത്തരം. സുന്ദോപസുന്ദന്മാർ ആരുടെ വംശത്തിലാണ് ജനിച്ചത്? ഹിരണ്യകശിപുവിന്റെ. ശരി ഉത്തരം. അർജുനനുമായി യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം അങ്കാരപർണൻ എന്ത് നാമമാണ് സ്വീകരിച്ചത്? ചിത്രരഥൻ. ശരി ഉത്തരം. ഇണചേരുന്ന സമയത്ത് നീ മരിക്കട്ടെ എന്ന് പാണ്ഡുവിനെ ശപിച്ച മഹർഷി ആരാണ്? കിന്തമൻ. ശരി ഉത്തരം. ദ്രോണരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ആരായിരുന്നു? അർജുനൻ. ശരി ഉത്തരം. തനിക്ക് 100 പുത്രന്മാർ വേണമെന്ന് വരം ഗാന്ധാരി ആരോടാണ് ആവശ്യപ്പെട്ടത്? പരമശിവനോട്. വേദവ്യാസനോടും പരമശിവനോടും ചോദിച്ചിരുന്നു. ആരോടാണ് ചോദിച്ചത്? രണ്ടുപേരോടും ചോദിച്ചിരുന്നു. ഏത് വേണമെന്ന് ഗാന്ധാരി ആരോടാണ് ആവശ്യപ്പെട്ടതെന്നുള്ളത് വേദവ്യാസൻ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ശരി ഉത്തരം. ഭീമന് പാഞ്ചാലിയിലുണ്ടായ പുത്രൻ ആരാ? സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, 11 ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. 11ൽ 11 ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. വളരെ നല്ല പെർഫോമൻസ്. 110 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ തയ്യാറാണല്ലോ? 90 സെക്കൻഡ്. അവരെങ്ങനെയാണ് ഉത്തരം പറഞ്ഞതെന്നല്ല നിങ്ങൾ കണ്ടു. അപ്പോൾ എല്ലാത്തിനും പ്രിപ്പയർഡ് ആണല്ലോ? സമയം ആരംഭിക്കാം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ജരിത എന്ന ശാർംഗപക്ഷിയോട് രമിച്ച മുനിശ്രേഷ്ഠൻ ആരായിരുന്നു? ദ്രോണർ. തെറ്റുത്തരം. ഗാന്ധാരിയുടെ പിതാവ് ആരാണ്? സുബലൻ. ശരി ഉത്തരം. കൃപർ ആരുടെ പുത്രനാണ്? കൃപാചാര്യൻ. കൃപർ ആരുടെ പുത്രനാണ്? ശരദ്വാൻ. ശരി ഉത്തരം. വശിഷ്ഠന് സുദേഷ്ണയിലുണ്ടായ പുത്രൻ ആരാണ്? ശ്വേതൻ. തെറ്റുത്തരം. 56 സെക്കൻഡ്സ് ആണ്. പ്രഭുവാഹനൻ അർജുനന് ആരിലുണ്ടായ പുത്രനാണ്? പ്രഭുവാഹനൻ. ചിത്രാംഗത. ശരി ഉത്തരം. ശ്രീകൃഷ്ണന്റെ ഗധയുടെ പേരെന്താണ്? ശ്രീകൃഷ്ണന്റെ ഗധയുടെ പേരെന്താണ്? ഓക്കെ, സ്കിപ്പ്. യുധിഷ്ഠിരന് പാഞ്ചാലിയിലുണ്ടായ പുത്രൻ ആരാണ്? പ്രതിവിന്ധ്യൻ. ശരി ഉത്തരം. പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്നതിനിടയിൽ എത്ര ഗന്ധർവന്മാരായിട്ടുമാണ് അർജുനൻ ഏറ്റുമുട്ടിയത്? ഏത് എത്രയെന്നല്ല, ഏത് ഒരു വ്യക്തിയുടെ, ഒരു ഗന്ധർവൻ. പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്നതിനിടയിൽ ഏത് ഗന്ധർവനുമായിട്ടാണ് അർജുനൻ ഏറ്റുമുട്ടിയത്? അറിയില്ല. സ്കിപ്പ്. ഓക്കെ. ജനിച്ചപ്പോൾ തന്നെ കഴുതയുടെ സ്വരത്തിൽ കരയുവാൻ തുടങ്ങി ആര്? 8 സെക്കൻഡ് ബാക്കി. 7 സെക്കൻഡ്, 6 സെക്കൻഡ്, 5. ജനിച്ചപ്പോൾ തന്നെ കഴുതയുടെ സ്വരത്തിൽ കരയുവാൻ തുടങ്ങി ആര്? ടൈം. സ്കിപ്പ് ചെയ്യാമായിരുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാമായിരുന്നു. സമയം അവിടെ പാഴാക്കിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ജനിച്ചപ്പോൾ തന്നെ കഴുതയുടെ സ്വരത്തിൽ കരയുവാൻ തുടങ്ങിയത് ആർക്കെങ്കിലും അറിയാമോ? ദുര്യോധനൻ. ശരി ഉത്തരം. അപ്പോൾ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ മിസ് ചെയ്തിരുന്നു. പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്നതിനിടയിൽ ഏത് ഗന്ധർവൻ എന്ന ആ ചോദ്യത്തിന് അങ്കാരപർണൻ. ശരി ഉത്തരം. ശ്രീകൃഷ്ണന്റെ ഗധയുടെ പേര്?
അബ്സല്യൂട്ട്ലി കറക്റ്റ്. വശിഷ്ഠന് സുദേഷ്ണയിലുണ്ടായ പുത്രൻ അശ്മകൻ. ശരി ഉത്തരം. ജരിത എന്ന ശാർഗപക്ഷിയോട് രമിച്ച മുനിശ്രേഷ്ഠൻ ആരായിരുന്നു? ഓക്കെ, വളരെ നന്നായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇതിന് മാർക്ക് തരുന്നില്ല. എന്തായാലും വളരെ രസകരമായ ഈ റാപ്പിഡ് ഫയറിൽ അടുത്ത ടീമിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ടീം അമൃത വിദ്യാലയം ചങ്ങനാശ്ശേരിയാണ് ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. പത്മവ്യൂഹത്തിൽ അവർക്കുള്ള ചോദ്യങ്ങൾ 90 സെക്കൻഡും ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അമൃത വിദ്യാലയം ചങ്ങനാശ്ശേരി തയ്യാറാണ്. നമുക്ക് സമയം ആരംഭിക്കുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും പേടിയോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം നന്നായിട്ട് അറിയാം. ഇപ്പോൾ നേരത്തെ 11 ചോദ്യങ്ങളാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 110 മാർക്കാണ് ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത്. അത് ക്രോസ് ചെയ്യും തോന്നുന്നുണ്ടോ? ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സമയം നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ 90 സെക്കൻഡും ചോദ്യങ്ങളും ഇതാ ആരംഭിക്കുന്നു. ഖാണ്ഡവദഹനത്തിൽ രക്ഷപ്പെട്ട അശ്വസേനൻ ആരായിരുന്നു? തക്ഷകന്റെ മകൻ. ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഏത് മഹർഷിയുടെ ശാപമാണ് ധർമ്മധർമ്മന് ലഭിച്ചത്? മാണ്ഡവ്യൻ. ശരി ഉത്തരം. പാണ്ഡവർക്ക് ആയുധവിദ്യയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് ആര്? ശരി ഉത്തരം. തപതി സംവരന്മാരുടെ പുത്രൻ ആരാണ്? കുരു. ശരി ഉത്തരം. അർജുനന് ഉലൂബിയിലുണ്ടായ പുത്രൻ? ഇരാവൻ. ഓക്കെ. അർജുനന് ഗാണ്ഡീവം എന്ന വില്ല് സമ്മാനിച്ചത് ആര്? വരുണൻ. ശരി ഉത്തരം. ആരാണ് ഖാണ്ഡവദഹനം നടത്തിയത് അല്ലെങ്കിൽ ദഹിപ്പിച്ചത് ആരാണ്? അഗ്നിദേവൻ. ശരി ഉത്തരം. പാഞ്ചാലിയുടെ യഥാർത്ഥ നാമം എന്താണ്? കൃഷ്ണ. ശരി ഉത്തരം. ദുഷലയുടെ ഭർത്താവ്? ജയദ്രഥൻ. ശരി ഉത്തരം. ഏകലവ്യൻ ആരുടെ പുത്രനാണ്? ഹിരണ്യധനുസിന്റെ. ശരി ഉത്തരം. പാണ്ഡവരോട് ഏകചക്രയിൽ ചെന്ന് താമസിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? വ്യാസമഹർഷി. ശരി ഉത്തരം. സുന്ദോപസുന്ദമാരുടെ കഥ ആരാണ് പാണ്ഡവർക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നത്? നാരദമുനി. ശരി ഉത്തരം. 12 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ശരദ്വാന്റെ പുത്രൻ ആരാണ്? കൃപർ. ശരി ഉത്തരം. ദ്രോണർ പാണ്ഡവന്മാരോട് ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ എന്തായിരുന്നു? ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ. ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരിക. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാമോ? ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിട്ട് ദ്രോണർക്ക് സമർപ്പിക്കാനായിട്ടാണ്. ഓക്കെ, ശരി ഉത്തരം. നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു. 14 ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. ഒരെണ്ണം പോലും തെറ്റില്ല. വണ്ടർഫുൾ പെർഫോമൻസ്. 14 ചോദ്യങ്ങളിൽ 14 ഉത്തരങ്ങളും ശരിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് 140 മാർക്കാണ് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ല പെർഫോമൻസ്. പത്മവ്യൂഹത്തിൽ 90 സെക്കൻഡിലെ ശരം പോലെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറായിരിക്കുകയാണ് ഭാരതീയ വിദ്യാഭവൻസ് വിദ്യാമന്ദിർ. എന്താ, ശരിയല്ലേ? റെഡിയാണ്? ഓക്കെ, എല്ലാ ഉത്തരങ്ങളും പറയും. റെക്കോർഡ് ഭേദിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ 90 സെക്കൻഡും ചോദ്യങ്ങളും ഇതാ ആരംഭിക്കുന്നു. എത്ര പേരാണ് ഖാണ്ഡവദഹനത്തിൽ നിന്നും രക്ഷപ്പെട്ടത്? 6 പേര്. ശരി ഉത്തരം. വിതുരർ ആരുടെ അവതാരമാണ്? യമധർമ്മന്റെ. ശരി ഉത്തരം. പാണ്ഡു ഭാര്യമാർക്കൊപ്പം ഏത് വനത്തിലാണ് താമസിച്ചത്? ഓക്കെ, ശരി ഉത്തരം. ഗന്ധർവനായ അങ്കാരവർണ്ണൻ ഏത് വിദ്യയാണ് അർജുനന് നൽകിയത്? ചാക്ഷുഷി വിദ്യ. ശരി ഉത്തരം. ദേവേന്ദ്രന്റെ സഭയുടെ പേരെന്തായിരുന്നു? ദേവേന്ദ്രന്റെ സഭയുടെ പേരെന്താണ്? 60 സെക്കൻഡ്സ്. സ്കിപ്പ്. ഓക്കെ. ആര് നടത്തിയ യാഗത്തിലാണ് അഗ്നിദേവൻ അരുചി ബാധിച്ചത്? ശരി ഉത്തരം. ആരായിരുന്നു സുന്ദോപസുന്ദമാരെ മോഹിപ്പിക്കാൻ വന്നവൾ? തിലോത്തമ. ശരി ഉത്തരം. ദ്രോണാചാര്യരുടെ ഗുരു ആരായിരുന്നു? പരശുരാമൻ. ശരി ഉത്തരം. വൈശ്യസ്ത്രീയിൽ ധൃതരാഷ്ട്രർക്കുണ്ടായ പുത്രൻ ആരായിരുന്നു? യുയുത്സു. ശരി ഉത്തരം. ദുര്യോധനന്റെ വാക്കുകേട്ട് ധൃതരാഷ്ട്രൻ പാണ്ഡവന്മാരെ എവിടേക്കാണ് മാറ്റി താമസിപ്പിച്ചത്? വാരണാവതം. ശരി ഉത്തരം. പാഞ്ചാലിയുടെ പിതാവിന്റെ യഥാർത്ഥ നാമം എന്ത്? യജ്ഞസേനൻ. ശരി ഉത്തരം. ഏത് വേഷത്തിലാണ് പാണ്ഡവന്മാർ ഏകചക്രയിൽ താമസിച്ചത്? ബ്രാഹ്മണ വേഷത്തിൽ. ശരി ഉത്തരം. ദ്രുപദന്റെ പിതാവ് ആരാണ്? പൃഷദൻ. ശരി ഉത്തരം. 13ാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഭീമന് ഹിഡുംബിയിലുണ്ടായ പുത്രൻ ആര്? ഘടോത്കചൻ. ശരി ഉത്തരം. എത്ര സഖിമാരുണ്ടായിരുന്നു വർഗയ്ക്ക്? 4. ശരി ഉത്തരം. 15 ചോദ്യങ്ങൾ. 15-ൽ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്ത് 14 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി 140 പോയിന്റാണ് നിങ്ങൾക്ക് നേടിയിരിക്കുന്നത്. വളരെ നല്ല പെർഫോമൻസ്. ഇവിടെ സ്കിപ്പ് ചെയ്ത ചോദ്യം, ദേവേന്ദ്രന്റെ സഭയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ?
ദേവേന്ദ്രന്റെ സഭയുടെ പേര്? അമരാവതിയാണോ? അമരാവതിയാണോ? അമരാവതി അങ്ങനെയാണ് പറയുന്നത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും അറിയാമോ ദേവേന്ദ്രന്റെ സഭയുടെ പേര്? അറിയില്ല? ഓക്കെ, നോ ഐറ്റംസ്. ശരിയായ ഉത്തരം സുധർമ്മ എന്നാണ്. സുധർമ്മ എന്നാണ് ശരിയായ ഉത്തരം. വളരെ നല്ല പെർഫോമൻസ്. 90 സെക്കൻഡിൽ നടന്ന മാജിക് എന്ന് തന്നെ പറയാം. തീർച്ചയായും. വളരെ നല്ലൊരു പെർഫോമൻസ് എല്ലാ ടീമും കാഴ്ചവെച്ചു. കൺഗ്രാറ്റ്സ് ടു ഓൾ ദ ടീംസ്.